പണ്ട് പർവ്വതനിരകൾക്ക് താഴെയുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ മനുഷ്യരും പ്രകൃതിയും ഒരമ്മയും മക്കളും എന്ന പോലെ കഴിഞ്ഞിരുന്നു. ആ ഗ്രാമത്തിന്റെ ജീവനാഡി മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന തെളിനീർ തടാകമായിരുന്നു. എന്നാൽ ഗ്രാമത്തിന് വിധി മാറ്റിയത് അയൽ രാജ്യത്തെ അഹങ്കാരിയായ ഒരു രാജകുമാരൻ അവിടെ ഒരു വേനൽക്കാല കൊട്ടാരം പണിതതോടെയാണ്. തന്റെ പൂന്തോട്ടത്തിലെ അപൂർവ പുഷ്പങ്ങൾക്കും കൃത്രിമ വെള്ളച്ചാട്ടങ്ങൾക്കുമായി ആ രാജകുമാരൻ തടാകത്തിലെ ജലം മുഴുവൻ മലമുകളിൽ കല്ലും മണ്ണും കൊണ്ട് തടയണകൾ നിർമ്മിക്കുകയും മല തുറന്ന് വലിയ കനാൽ പാതകൾ വെട്ടി ആ പുണ്യജലം തന്റെ കൊട്ടാരത്തിലെ അന്തപുരങ്ങളിലേക്ക് മാത്രം തിരിച്ചുവിടുകയും ചെയ്തു. പ്രകൃതിദത്തമായ ഒഴുക്ക് തടയപ്പെട്ടതോടെ ഗ്രാമത്തിലെ തടാകം വെറും ചളിക്കുളമായി മാറി. ആഴ്ചകൾക്കുള്ളിൽ കിണറുകൾ വറ്റി, മണ്ണിൽ വിള്ളലുകൾ വീണു, ദാഹം സഹിക്കാനാവാതെ വളർത്തുമൃഗങ്ങൾ ചത്തുവീണു. ഗ്രാമത്തലവൻ രാജകുമാരനോട് അപേക്ഷിച്ചെങ്കിലും എന്റെ തോട്ടത്തിലെ ഒരു പൂവ് വാടുന്നതിനേക്കാൾ വിലയൊന്നും നിങ്ങളുടെ ജീവനില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ക്രൂരമായ മറുപടി. ഗ്രാമത്തിലെ ജനങ്ങൾ നിസ്സഹാരായിരിക്കുമ്പോൾ കറുപ്പമ്മ എന്ന പെൺകുട്ടിക്ക് അത് കണ്ടു നിൽക്കാനായില്ല. അവൾ ദൈവത്തിലും സ്വന്തം കഠിനാധ്വാനത്തിലും വലിയ വിശ്വാസമുള്ളവളായിരുന്നു. ഗ്രാമവാസികൾ കുടിവെള്ളത്തിനായി ഒരുപാട് ദൂരം താണ്ടി അലയുമ്പോൾ കറുപ്പമ്മ നേരെ പോയത് വറ്റിവരണ്ട തടാകത്തിലേക്കാണ്. അവിടെ മണ്ണിൽ അല്പം നനവുണ്ടായിരുന്നു. അവൾ ആ മണ്ണ് കുഴച്ച് ഒരു വിഗ്രഹം പണിയാൻ തീരുമാനിച്ചു. പക്ഷേ അതൊരു വെറും വിഗ്രഹമായിരുന്നില്ല, ഗ്രാമത്തിന്റെ വേദന മുഴുവൻ ആവാഹിച്ച പ്രാർത്ഥനയായിരുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഉമിനീർ പോലും വറ്റിയ തൊണ്ടയുമായി അവൾ ദിവസങ്ങളോളം ആ ചളി മണ്ണിലിരുന്നു. വിശപ്പും ദാഹവും കൊണ്ട് ബോധം മറയുമ്പോൾ അവൾ ഓർക്കുന്നത് ജലത്തിനായി കരയുന്ന തന്റെ ഗ്രാമത്തിലെ കുഞ്ഞുങ്ങളെയാണ്. ഓരോ തവണ അവൾ തളർന്നു വീഴുമ്പോഴും ആ മണ്ണിൽ മുറുകെ പിടിച്ചെഴുന്നേറ്റു. അവളുടെ നഖങ്ങൾക്കിടയിലൂടെ രക്തം ഒലിച്ചിറങ്ങി ആ മണ്ണിൽ കലർന്നു. ഒടുവിൽ കരുണയും ക്രോധവും ഒരുപോലെ നിഴലിക്കുന്ന മാതാ കാളിയുടെ വിഗ്രഹം അവൾ പൂർത്തിയാക്കി. അന്ന് അർദ്ധരാത്രിയിൽ വിഗ്രഹത്തിന് മുന്നിൽ വീണ് അവൾ അവസാനമായി പ്രാർത്ഥിച്ചു, മാതേ, എന്റെ ജീവൻ എടുത്തോളൂ, പക്ഷേ എന്റെ ഗ്രാമത്തിന് ജീവൻ നൽകൂ. പെട്ടെന്ന് ആ വിഗ്രഹത്തിൽ നിന്ന് ഒരു തീപ്പൊരി പോലെ പ്രകാശം ഉയർന്നു വന്നു. അത് പർവ്വതങ്ങളെ പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന ഒരു ഗർജനമായി മാറി. സാക്ഷാൽ കാളി മാതാവ് രൗദ്രഭാവത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ദേവിതന്റെ പാദം മണ്ണിൽ ആഞ്ഞു ചവിട്ടിയതോടെ പർവ്വതങ്ങൾ വിറച്ചു. രാജകുമാരൻ നിർമ്മിച്ച ആ അഹങ്കാരത്തിന്റെ തടയണകൾ തകർന്ന് തരിപ്പണമായി. പ്രകൃതിയെ തടഞ്ഞു നിർത്തിയ എല്ലാ തടസ്സങ്ങളും ആ ദിവ്യമായ പ്രകമ്പനത്തിൽ മണ്ണോട് ചേർന്നു. തുടർന്ന് ഭൂമിക്കടിയിൽ ഉറങ്ങിക്കിടന്ന ഉറവകൾ പർവ്വതത്തിൽ നിന്ന് ആർത്തലച്ചു വന്ന വെള്ളത്തോടൊപ്പം ചേർന്ന് തടാകത്തെ പുനർജീവിപ്പിച്ചു. നേരം വെളുക്കുമ്പോൾ ഗ്രാമവാസികൾ കണ്ടത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന തടാകത്തിന് മുന്നിൽ പ്രശാന്തമായി നിൽക്കുന്ന കറുപ്പമ്മയെയും കാളി മാതാവിന്റെ വിഗ്രഹത്തെയുമാണ്. പ്രകൃതിയെ ചങ്ങലിക്കിടാൻ ആർക്കും കഴിയില്ലെന്നും ഒരു പെൺകുട്ടിയുടെ നിശ്ചയദാർഢ്യത്തിന് ദൈവത്തെ പോലും മണ്ണിലിറക്കാൻ കഴിയുമെന്നും ആ ഗ്രാമം പഠിച്ചു. ഇന്നും ആ തടാകക്കരയിൽ കറുപ്പമ്മ നിർമ്മിച്ച ആ മൺവിഗ്രഹം ഒരു വലിയ ക്ഷേത്രമായി നിലകൊള്ളുന്നു. കറുപ്പമ്മയുടെയും കാളി മാതാവിന്റെയും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് മാ കാളി.